അങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം സീ ഫുഡ് കഴിക്കാൻ പോയാലോ എന്ന്. ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കൂടെ ദേ രാത്രി കാറൊക്കെ എടുത്തിട്ട് സീ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇത് നമ്മുടെ വേൾഡ് മാർക്കറ്റിൻ്റെയും ലുലു മോളുടെയൊക്കെ സൈഡാണ്. അവിടെയൊക്കെ ഒത്തിരി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണമൊക്കെ അല്ലേ. ദേ ശംഖുമുഖൻ ടെമ്പിളിൻ്റെ ആ സൈഡ് എത്തിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയപ്പോഴത്തേക്കും കുറച്ചധികം ഷോപ്സ് കണ്ട് ഞങ്ങളവിടെ നിർത്തി ഇറങ്ങി. എന്നിട്ട് ഓരോ ഷോപ്സിലും കയറി ഇങ്ങനെ മീനിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ മീൻ മുട്ട നോക്കിയാണ് പോയത്. ആ ഫസ്റ്റ് കടയിൽ അതില്ലായിരുന്നു. ഞങ്ങൾ വേറൊരു കടയിലും കൂടെ കയറി, അവിടെയും ചോദിച്ചു. പക്ഷെ അത് അവിടെയും ഇല്ല. അതെന്തോ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇല്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വേറെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു ഓക്കെ ഇനി കുഴിമന്തി കഴിക്കാം. അങ്ങനെ ഒരു കുഴിമന്തി കടയിൽ കയറി അവിടുത്തെ മെനു ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മെനുവിൽ അത്യാവശ്യം ഡിഷസൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഞങ്ങൾ സൂപ്പ് ഓർഡർ ചെയ്തിരുന്നതാണ്, അത് വന്നിട്ടുണ്ടായിരുന്നു. സൂപ്പ് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഴിമന്തി, മെക്സിക്കൻ കുഴിമന്തിയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. അത് 5 പേർക്ക് കഴിക്കാൻ പറ്റും. അത്രയും ക്വാണ്ടിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ ഫുഡ്. ഹോട്ടലിൻ്റെ ആംബിയൻസ് ആയാലും നല്ലതായിരുന്നു. കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഒന്ന് ബീച്ച് സൈഡിലോട്ടൊക്കെ പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബീച്ചിൻ്റെ സൈഡിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ അമുലിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങി. ബട്ടർ സ്കോച്ച് ആയിരുന്നു ഞാൻ വാങ്ങിയത്. സമയം 11 മണിയായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒത്തിരി ഫാമിലീസ് ഉണ്ടായിരുന്നു അവിടെ. ഒരുപാട് ഫാമിലീസ് നൈറ്റ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നടന്നപ്പോഴാണ് പിന്നെ ഞങ്ങൾ വേറൊരു സാധനം കണ്ടത്. വേറൊന്നുമല്ല കേട്ടോ, ലൈറ്റ് കത്തുന്ന ചെറിയൊരു ടോയ് ആണ്. അത് ഈ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ആ ടോയ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പറപ്പിച്ചു. അതിങ്ങനെ ആകാശത്ത് പോയിട്ട് താഴോട്ടൊക്കെ വരുന്നത് കാണാനും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ലൈറ്റിൽ, നൈറ്റ് ലൈറ്റ്. ഞങ്ങൾ കാറിൽ കയറിയിട്ട് ഞങ്ങളത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലെങ്കിലും നമ്മൾ ലൈഫിൽ ഇതേപോലെ നൈറ്റിലൊക്കെ ഒരു ഔട്ടിങ്ങിന് പോകണം കേട്ടോ. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല അടിപൊളിയാണേ.